എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൊലി കറുത്ത ഏത്തപ്പഴം ഇനി കളയുകയേ വേണ്ട. അത് വെച്ച് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു പലഹാരം തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ പലഹാരമാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ നല്ലതായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത്. 2 ചെറിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മുറിച്ചെടുത്ത ഏത്തപ്പഴം നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഏലക്കയാണ്. 4 ഏലക്ക തൊലി കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 2 നുള്ളു ഉപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചൊന്ന് അരിച്ചെടുത്തതാണ്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത റവയാണ് കേട്ടോ. കൂടാതെ നമ്മളിതിലോട്ട് വലിയ സ്പൂൺ 2 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ട് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരിച്ചെടുത്തതാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് അടച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റവയൊക്കെ നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. ഈ മാവ് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലോട്ട് സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഞാൻ ഇതുപോലെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വാഴയില വാട്ടിയിട്ട് നമ്മളൊന്ന് മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. വാഴയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ട്രേയിലോട്ട് നെയ്യ് പുരട്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് തയ്യാറാക്കാം കേട്ടോ. വാഴയില വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റും കൂടെ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റാണിതിന്. ട്രേയിലോട്ട് മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച ട്രേ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലുണ്ടല്ലോ ഒരു വാഴയില വെച്ച് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയിലേക്ക് പകരം നമുക്ക് ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ആവി വെള്ളം അതിലോട്ട് വീഴാതിരിക്കും. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഈ പലഹാരം വേവിക്കാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് വെന്തോന്ന് ഞാൻ ഇതുപോലെ ഒരു ഈർക്കിൽ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ്. അത് നോക്കിയേ, ഈർക്കിൽ നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ട്രേ പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തപ്പോഴത്തേക്ക് ഇതാ നോക്കിക്കേ, ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ ഇതുപോലെ ഒരു പ്ലേറ്റ് ഒന്ന് കമഴ്ത്തി വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ ഇളകി വരും. അപ്പോൾ നമ്മുടെ ഈ ഏത്തപ്പഴം വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കിഡിലും ടേസ്റ്റുള്ള പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.